ഖുർആനിലെ മക്കയിൽ ആദ്യകാലത്ത് അവതരിച്ച ചെറിയ സൂറത്തുകൾ, നമ്മൾ ഈ ഖുർആൻ പരമ്പര തുടങ്ങുമ്പോൾ ആദ്യം ചർച്ചയ്ക്കെടുത്തിരുന്ന സൂറത്തുകൾ, ആ സൂറത്തുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ചില സവിശേഷതകൾ നമ്മൾ അന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. നല്ല കേൾക്കാൻ ഇമ്പമുള്ള പ്രാസഭംഗിയുള്ള ചെറിയ ചെറിയ വരികൾ ചേർത്തുണ്ടാക്കിയ പാട്ടുകളാണ് ആദ്യകാലത്ത് മുഹമ്മദ് അവതരിപ്പിച്ചിരുന്ന ഖുർആൻ സൂറത്തുകൾ. അതേപോലെയുള്ള ചില സൂറത്തുകൾ മക്കയിലെ അവസാന കാലത്തും മുഹമ്മദ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആശയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, ആദ്യകാലത്ത് പറഞ്ഞ അതേ ആശയങ്ങൾ തന്നെ, അതേ വരികൾ തന്നെ. പക്ഷേ ഇതിനകത്ത് അവസാനം ഒരു ഭീഷണിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കക്കാരോട് അവസാനം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ചിട്ട് അവരെ ഒന്നും കൂടെ ഭീഷണിപ്പെടുത്തിയിട്ട് മക്കയിൽ നിന്ന് പോവുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അത്തരത്തിലുള്ള ചെറിയ കുറേ സൂറത്തുകൾ കൂടി മക്കയിൽ അവസാന കാലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സൂറത്തുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള 40 വാക്യങ്ങൾ മാത്രമുള്ള പ്രാസഭംഗിയുള്ള മറ്റൊരു സൂറത്താണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തു നബ. ഞാൻ ആ സൂറത്തിൻ്റെ വരികൾ വായിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും ആശയമോ അതല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സൂറത്തു നബ. അമ്മ യതസാഅലൂൻ, എന്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്? അനി നബഇൽ അലീം, മഹത്തായ ഒരു വൃത്താന്തത്തെക്കുറിച്ച്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അതായത് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കല്ലാ സയഅലമൂൻ, മണ്ട അവർക്ക് വഴിയെ അറിയാറാകും. സുമ്മ കല്ലാ സയഅലമൂൻ, പിന്നെയും വേണ്ട അങ്ങനെ അവർക്ക് വഴിയെ അറിയാറാകും. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്തിനെക്കുറിച്ചാണ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ മഹത്തായ ഒരു വൃത്താന്തത്തെക്കുറിച്ച്. ഇവിടെ എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത്, അവരാരെക്കുറിച്ചാണ്, എന്ത് ചോദ്യത്തെക്കുറിച്ചാണ് എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും മക്കയിലുള്ള മുഹമ്മദിൻ്റെ എതിരാളികൾ എന്തിനെക്കുറിച്ചാണോ ചോദിച്ചുകൊണ്ടിരുന്നത്, ആ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഏതോ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഹത്തായ ഒരു വൃത്താന്തത്തെക്കുറിച്ച്. അനിൻ നബഇൽ അലീം, അവിടെയാണ് നബ എന്നുള്ള വാക്ക് വരുന്നത്. ഒരു മഹത്തായ വൃത്താന്തത്തെക്കുറിച്ച്. എന്താണ് മഹത്തായ വൃത്താന്തം? അതിനെക്കുറിച്ച് മുഫസ്സിറുകൾക്ക് തർക്കം തീർന്നിട്ടില്ല. ചിലർ പറയുന്നത് അത് ലോകാവസാനത്തെക്കുറിച്ചാണ്, ചിലർ പറയുന്നത് പരലോക ശിക്ഷയെക്കുറിച്ചാണ്, ചിലർ പറയുന്നത് അതൊന്നുമല്ല അത് ഖുർആനെ കുറിച്ചാണ്, ചിലർ പറയുന്നത് മുഹമ്മദിൻ്റെ വെളിപാടിനെക്കുറിച്ചാണ്, മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ചാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ എന്താണ് കാര്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം കാര്യം പറയാൻ വേണ്ടി ഇറക്കിയ സൂറത്തല്ല ഇത്. പടുപാട്ട് പാടിയിട്ട് ഞാനൊരു വലിയ കേമനാണ് എന്ന് കാണിക്കാൻ വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ച ഒരു പാട്ടാണിത്. 3-ാമത്തെ വാക്യം, അതായത് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായക്കാരാണോ അല്ലെങ്കിൽ അവർ തർക്കമുള്ളവരാണോ അതിൽ. അപ്പോൾ മുഹമ്മദിൻ്റെ എതിരാളികളായ മക്കക്കാർ തന്നെ ഏത് കാര്യത്തിലാണോ തർക്കിച്ചു കൊണ്ടിരുന്നത് അതിൽ. അവർ പല കാര്യങ്ങളിലും തർക്കിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അതിലേത് കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇനി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദിൻ്റെ എതിരാളികളായ മക്കക്കാർ മാത്രമാണോ? അല്ല. ഈ ഖുർആൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഇതിൻ്റെ അനുയായികളായ മുസ്ലിങ്ങൾ തർക്കിക്കുന്ന അത്ര വേറെ ആരും തമ്മിൽ തർക്കിക്കുന്നില്ല. മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കം കാരണം ഉണ്ടായിട്ടുള്ള അത്ര കുലുമാലും നൂലുമൂ ലോകത്ത് വേറെ ഒരു കാര്യം കൊണ്ടും ഉണ്ടായിട്ടില്ല. ഇന്നും മുസ്ലിങ്ങൾ പരസ്പരം 900 ഗ്രൂപ്പുകളായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഈ ഖുർആൻ തന്നെയാണ്. ഖുർആനിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തലയും പാലും ഇല്ലാതെ അർത്ഥമില്ലാതെ പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ഈ ഖുർആനിൽ മക്കക്കാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് അപഹസിച്ചുകൊണ്ട് പറയുന്നത്. തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം, ഏത് കാര്യം? ആ ഏത് കാര്യം എന്ന കാര്യത്തിൽ പോലും ഇന്നും ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലാ സയഅലമൂൻ, വേണ്ട അവർ വഴിയെ അറിയാറാകും. ഇത് ഭീഷണിയാണ്. ഇതുകൊണ്ടാണ്, ഈ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഈ സൂറത്ത് മക്കയിൽ അവസാനം ഇറങ്ങിയ സൂറത്താണ് എന്ന് ഇതിൻ്റെ ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചത്. കാരണം ഈ ഭീഷണി മുഴുവൻ ഉള്ളത് അവസാന കാലത്ത് ഇറങ്ങിയ സൂറത്തുകളിലാണ്. മക്കക്കാരെ നേരിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തുന്നത് ഇത്തരം സൂറത്തുകളിലാണ്. സുമ്മ കല്ലാ സയഅലമൂൻ, പിന്നെയും വേണ്ട അവർക്ക് വഴിയെ അറിയാറാകും. ഭീഷണിയാണ്. 6-ാമത്തെ വാക്യം, അലം നജ്അൽ അർള മിഹാദ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദൃഷ്ടാന്തം പറയാണ്.
അപ്പോൾ ഖുർആനിലെ ഈ ചെറിയ ചെറിയ സൂറത്തുകളിൽ പ്രാസമൊപ്പിച്ച് പടുപാട്ട് പാടാൻ വേണ്ടി മുഹമ്മദ് കണ്ടെത്തിയ 2 ചുളുക്ക് വിദ്യകളുണ്ട്, സൂത്രവിദ്യകൾ. അതിലൊന്ന് അള്ളാഹു ഇങ്ങനെ ഓരോന്ന് പെറുക്കി കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യുക. അപ്പോൾ സത്യം ചെയ്യാൻ വേണ്ടി പെറുക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്രാസഭംഗിയുള്ള വാക്കുകളാക്കിയിട്ട് മാറ്റാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സത്യം ചെയ്യൽ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത്. കുറേ സാധനങ്ങൾ പെറുക്കി കൊണ്ടുവന്ന് സത്യം ചെയ്യുക. അപ്പോൾ ആ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ പ്രാസഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതാകും. അപ്പോൾ നമുക്ക് ഒരാശയം പറയാൻ വേണ്ടിയല്ല, മറിച്ച് പാട്ടിന് പ്രാസം ഉണ്ടാക്കാൻ വേണ്ടി വാക്കുകൾ ചെറിപ്പിക്കുകയാണ്. അങ്ങനെ ചെറിപ്പിക്ക് ചെയ്ത വാക്കുകൾ കൊണ്ട് വരികൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിന് ആശയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ അതിൻ്റെ മലയാളത്തിലുള്ള ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞതാണ്. അതേപോലെ മറ്റൊരു സൂത്രമാണ് ദൃഷ്ടാന്തം പറയാം. ഈ പ്രകൃതിയിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണിപ്പെറുക്കിയിട്ട് ദൃഷ്ടാന്തങ്ങൾ പറയാം. അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനങ്ങൾ എണ്ണിപ്പെറുക്കുമ്പോഴും ഇതേ സൂത്രം, ഇതേ ചെറി പിക്കിങ് തന്ത്രമാണ് മുഹമ്മദ് പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം വാക്കുകൾ പ്രാസഭംഗിയോടെ കൊണ്ടുവന്ന് വിന്യസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ഒരു പാട്ടങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇയാളൊരു കവിയാണ് എന്ന് പെട്ടെന്ന് തോന്നിപ്പോവും. കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ഇന്നത്തെ അന്ധവിശ്വാസികളായ ഖുർആൻ പാരായണക്കാർ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് വിചാരിച്ചിട്ട് ഇങ്ങനെ നെട്ടി വലിച്ച് ഓതി ആളുകളെ അത്ഭുതപ്പെടുത്തും. ഖുർആനിൽ ഇത്രയും ഭംഗിയൊക്കെയുള്ള വാക്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഈ വാക്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ സൂത്രം എന്ന് പറയുന്നത് ആശയത്തെ സമ്പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ട് വാക്കുകൾ ചെറിയിപ്പിക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് പടുപാട്ട് രചിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ഇതാർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ചെയ്യാൻ വലിയ കവിയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു നല്ല കവിയാണെങ്കിൽ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ കൃത്യമായിട്ട് പ്രാസഭംഗിയോടുകൂടി ഈണത്തോടുകൂടി വരികളാക്കിയിട്ട് ആവിഷ്കരിക്കാൻ കഴിയണം. അതിനുള്ള യാതൊരു കഴിവും മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. ഇപ്പോൾ രാമായണം എന്ന് പറയുന്ന വലിയൊരു ഇതിഹാസ കഥ മുഴുവൻ എഴുത്തച്ഛന് ഒരു പ്രത്യേക വൃത്തത്തിൽ കവിതയായിട്ട് രചിക്കാൻ കഴിയും. അവിടെ രാമായണം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് കവിതയായിട്ട് മാറ്റുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറേ വരികൾ പെറുക്കി കൊണ്ടുവന്നിട്ട് ഒരു പടുപാട്ട് ഉണ്ടാക്കുക. ആ പടുപാട്ടിലെ വരികൾക്ക് എന്നിട്ട് പിന്നീട് നാട്ടുകാർ അർത്ഥം ഉണ്ടാക്കുക. അങ്ങനെയാണ് കവിത എഴുതിയിട്ടുള്ളത്. ആ കവിത എഴുതാൻ ആർക്കും കഴിയും. അതിന് സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏത് മുഹമ്മദിനും കഴിയുന്നതാണിത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഇത്തരം കവിതകൾ രചിച്ചിട്ട് മക്കയിൽ ആളാവാൻ നോക്കിയത്. പക്ഷേ മക്കക്കാർക്ക് ആ സൂത്രമൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് അവർ കവിയെന്നും മന്ത്രവാദി എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയത്. അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി. ഭൂമിയെ ഞാൻ വിരിപ്പാക്കി, തൊട്ടിലാക്കി എന്നൊക്കെയാണ്. മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, കിടക്കാനുള്ള കാർപ്പറ്റ് എന്നൊക്കെയാണ് അർത്ഥം. കാരണം ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കറങ്ങുന്ന ഗോളമാക്കി എന്ന് പറയാനുള്ള വിവരം അള്ളാഹുവിനുണ്ടായിരുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിനില്ലാത്ത ഒരു വിവരവും അള്ളാഹുവിനില്ലാത്തതുകൊണ്ട് അള്ളാഹു ഭൂമി വിരിപ്പാക്കിയിട്ട് അങ്ങോട്ട് വിരിച്ചു. വൽ ജിബാല ഔതാദ, മലകളെ ആണികളാക്കി. എന്തിനാണ് മലകളെ ആണികളാക്കിയിരിക്കുന്നത്? കുറ്റികളാക്കി എന്നാണ് പറയുന്നത്. ഈ കുറ്റി എന്താണ്? മരുഭൂമിയിൽ ടെൻ്റ് അടിക്കുമ്പോൾ അറബികൾ അവരുടെ തുണി പാറിപ്പോവാതിരിക്കാനും അവരുടെ ഒട്ടകത്തിൻ്റെ തോൽ ഉണക്കാനിടുമ്പോൾ അത് പാറിപ്പോവാനും ഒക്കെ 4 മൂലയിലും കുറ്റി അടിച്ചിരുന്നു. ആ കുറ്റിയാണ് ഔത്താദ്. അങ്ങനെ ഭൂമി ഇങ്ങനെ പരന്ന് വെള്ളത്തിൻ്റെ മുകളിൽ പരത്തി വെച്ചപ്പോൾ ഭൂമി ഇങ്ങനെ കിടന്ന് ഇളകിയിരുന്നു. ആ ഇളക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ കുറ്റി അടിച്ച് നിർത്തിയെന്നാണ് പറയുന്നത്. വെള്ളത്തിനോടാണ് കുറ്റി അടിച്ചിട്ടുണ്ടാവുക. അത് അതിനേക്കാളും വലിയ മണ്ടത്തരാണ്. പിന്നെ ഏതിനോട് കുറ്റി അടിച്ചിട്ട് ചേർത്തിട്ടാണ് ഭൂമി ഇളകാതിരിക്കുന്നത് എന്ന് പറയുന്നില്ല. എന്തായാലും ഭൂമി ഇളകാതിരിക്കാൻ മൂപ്പര് കുറ്റി അടിച്ചതാണ് മലകൾ എന്ന് ഖുർആനിൽ പലയിടത്തും ആവർത്തിക്കുന്ന മണ്ടത്തരം ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. അപ്പോൾ ദാ എന്നുള്ള പ്രാസം വന്നു. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം അസ്വാജായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ്. ഭാര്യയും ഭർത്താവുമായിട്ട്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്നതാണ് ഇവിടെ അസ്വാജായി സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം, നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നത് മനുഷ്യനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ അസ്വാജ് അല്ലാതെ, ആണും പെണ്ണും അല്ലാതെ ജനിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ ലോകത്ത് ഉണ്ട്. അവരെയാണ് നമ്മൾ ഭിന്ന ലിംഗക്കാരെന്നും ട്രാൻസ്ജെൻഡർ എന്നൊക്കെ ഒന്ന് പല പേരുകളിൽ വിളിക്കുന്നത്. ജന്മനാ തന്നെ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ശാരീരിക ഘടനയോടുകൂടി തന്നെ ജനിക്കുന്ന ആളുകളുണ്ട്. ജന്മന ശാരീരികമായിട്ട് ആണോ പെണ്ണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിലും പ്രകൃതം കൊണ്ട് അത്തരത്തിൽ
അല്ലാത്ത എത്രയോ ആളുകൾ, പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ പ്രകൃതവുമായി ജനിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടി മനുഷ്യർക്കിടയിൽ ഉണ്ട് എന്ന കാര്യം ഈ സ്രഷ്ടാവായ അള്ളാഹു അറിയാതെ പോയി, ശ്രദ്ധിക്കാതെ പോയി എന്ന ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഇന്ന് ലോകത്ത് മനുഷ്യൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക പ്രശ്നം കൂടിയാണിത്. കാരണം ലിംഗ ന്യൂനപക്ഷം എന്ന് പറയുന്ന അത്തരം വിഭാഗങ്ങളെ ഈ മതങ്ങൾ, ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സദാചാരം പഠിപ്പിച്ചവരൊക്കെ അവഗണിക്കുകയും അവരെ കൊടിയ ശിക്ഷകൾക്ക് വിധേയരാക്കുകയും അവരെ അവരുടേതല്ലാത്ത കുറ്റത്തിന് കുറ്റവാളികളായി വിധിച്ച് കൊല്ലുക വരെയും ചെയ്യാൻ ഈ മതങ്ങളും ദൈവങ്ങളും കാരണമായിട്ടുണ്ട് എന്നുകൂടി നമ്മളറിയണം. ഇപ്പോഴും അത്തരം ലിംഗ വ്യത്യാസമുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെ, അവരുടെ ലൈംഗിക അവകാശങ്ങളെയും അവരുടെ ജീവിത അവകാശങ്ങളെയും ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ അതൊക്കെ അവരുടെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, ഈ കേരളത്തിൽ ഈ ആധുനിക കാലത്ത് പോലും ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ കാര്യം അവിടെ സൂചിപ്പിക്കുന്നത്. വ ഖലഖ്നാകും അസ്വാജ വ ജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ സുബാത്താക്കിയിരിക്കുന്നു. സുബാത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് അർത്ഥം പറയുന്നത്, അല്ലെങ്കിൽ ശാന്തത എന്നൊക്കെ അർത്ഥം പറയുന്നത്. വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ വിശ്രമമാക്കിയിരിക്കുന്നു. വജഅൽനാ ലൈല ലിബാസ, രാത്രിയെ നാം നിങ്ങൾക്ക് ഒരു മൂടുപടമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വസ്ത്രമാക്കിയിരിക്കുന്നു. ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കിയിരിക്കുന്നു, രാത്രിയെ നിങ്ങൾക്ക് ഒരു മൂടുപടമാക്കിയിരിക്കുന്നു. വജഅൽന നഹാറ മആഷ, പകലിനെ നാം നിങ്ങൾക്ക് ജീവിത സന്ധാരണത്തിനുള്ള വേളയാക്കിയിരിക്കുന്നു. മആഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്, ജീവിക്കാനുള്ള, ജീവസന്ധാരണത്തിനുള്ള, പണിക്കൊക്കെ പോകാനുള്ള സമയമാക്കിയിരിക്കുന്നു പകലിനെ. രാത്രിയെ നിങ്ങൾക്കൊരു മൂടുപടമാക്കിയിരിക്കുന്നു. ഈ രാത്രിയെ മൂടുപടമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വസ്ത്രമായിരുന്നു രാത്രി. മുഹമ്മദ് നബിയുടെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ കക്കൂസ് പോകാൻ വേണ്ടിയിട്ട് രാത്രിയാവാൻ കാത്തു നിന്നിരുന്നു എന്ന് ഇസ്ലാമിൻ്റെയും പ്രവാചക പത്നിമാരുടെയും ഒക്കെ ചരിത്രത്തിലും ഹദീസിലും നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ്? അന്ന് കക്കൂസൊന്നുമില്ല, വാതിലടച്ചിരുന്നിട്ടോ മറയിലിരുന്നിട്ടോ കക്കൂസ് പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒഴിഞ്ഞ പറമ്പിൽ പോയിട്ടാണ് കക്കൂസിൽ പോവുക. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒഴിഞ്ഞ പറമ്പിൽ പോകാൻ വെളിച്ചമില്ലാത്ത സമയമാവാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് സന്ധ്യ ആയാൽ അവർ ആ പരിപാടിക്കായിട്ട് പുറത്തു പോകും. അപ്പോൾ രാത്രി അവർക്കൊരു വസ്ത്രം പോലെ, ഒരു മൂടുപടം പോലെ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നു. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രാത്രിയെ വസ്ത്രം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. 12-ാമത്തെ വാക്യം, ബനൈന ഫൗഖക്കും, നിങ്ങളുടെ മേലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു സബ്അൻ ഷിദാദൻ, 7 ഉറപ്പുള്ള സാധനങ്ങളെ. 7 ഉറപ്പുള്ള സാധനങ്ങൾ നമ്മളെ മേലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മളെ ഭൂമിയുടെ റൂഫ്, ഭൂമിയുടെ മേൽക്കൂര, ഉറപ്പുള്ള 7 തട്ടുള്ള മേൽക്കൂര, അതാകാശം. വജഅൽന സിറാജൻ വഹാജ, കത്തിത്തിളങ്ങുന്ന ഒരു വിളക്കും ഞാൻ അതിൽ വെച്ചിരിക്കുന്നു. വജഅൽന സിറാജൻ വഹാജ, ഞാനതിൽ കത്തിത്തിളങ്ങുന്ന നല്ല തിളക്കമുള്ള ഒരു സിറാജ് വെച്ചിരിക്കുന്നു, വിളക്കും വെച്ചിരിക്കുന്നു. എന്താണ് ആ വിളക്ക്? ആ വിളക്ക് ആകാശത്തിലെ ഏറ്റവും കത്തിത്തിളങ്ങുന്ന വിളക്ക് സൂര്യനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ദൃഷ്ടാന്തം പറച്ചിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. വാക്കുകൾ ചെറിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രാസമൊപ്പിച്ച് ഷിദാദ, മആഷ, വഹാജ, ലിബാസ, സുബാത്ത, അസ്വാജ, ഇങ്ങനെ വാക്കുകൾ, പ്രാസമൊപ്പിച്ച വാക്കുകൾ കൊണ്ടുവന്ന് നിരത്തി ഒരു പടുപാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറച്ചിലിന് ഇതെല്ലാം പെറുക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദൃഷ്ടാന്തം പറയാൻ നമുക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ ചുറ്റും ഉണ്ടാകുമ്പോൾ പ്രാസമൊക്കുന്ന വാക്കുകൾ പെറുക്കിക്കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഇതാണ് മുഹമ്മദ് കണ്ട സൂത്രം. മുഹമ്മദ് ഒരു കള്ളക്കവിയായിരുന്നു. ആ കള്ളക്കവിയുടെ ഒരു അതിസാമർത്ഥ്യമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതേത് പടുവിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞ ഒരു മുഖ്യമായ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് ആ ആശയത്തെ കാവ്യരൂപത്തിലാക്കാനൊന്നും മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമായിരുന്നെങ്കിൽ ഖുർആൻ മുഴുവനും നമുക്കൊരു പ്രാസവും ഈണവും ഒക്കെ കാണണമായിരുന്നു. പക്ഷേ ഖുർആനിൽ ഇങ്ങനെയുള്ള കുറച്ച് പടുപാട്ടുകളിൽ മാത്രമേ കാവ്യാത്മകമായിട്ടുള്ള ഭാഷ കാണുന്നുള്ളൂ. ബാക്കി കാര്യം പറയുന്നിടത്തൊക്കെ മുഹമ്മദ് പരന്ന ഗദ്യം തന്നെയാണ് കാളമൂത്രം പോലെ പറഞ്ഞു പോയിട്ടുള്ളത്. അവിടെ ഒരു ഭാഷയില്ല, ഒരു സാഹിത്യവും ഇല്ല, ഒന്നുമില്ല. 14-ാമത്തെ വാക്യം,
വ അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കി. 15 ലിന്നുഖ്രിജ ബിഹി ഹബ്ബൻ വ നബാത, അതുകൊണ്ട് നാം ധാന്യവും സസ്യവും വെളിക്ക് കൊണ്ടുവരാൻ വേണ്ടി. വ ജന്നാത്തിൻ അൽഫാഫ, ഇടതിങ്ങിയ തോട്ടങ്ങളും. 17 ഇന്ന യൗമുൽ ഫസ്ലി കാന മീഖാത, നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. ഇവിടെ യൗമുൽ ഫസ്ലി എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന് കൊടുത്തിട്ടുള്ള ഒരു പര്യായമാണ്. പിന്നെ കാന മീഖാത എന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യമായ അർത്ഥമൊന്നുമില്ല, സമയനിർണിതമായിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്തോ ഒരു വാക്ക് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു പ്രാസോപ്പിച്ച് മീഖാത എന്ന് പറയാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ, അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, അപ്പോൾ നിങ്ങൾ കൂട്ടത്തോടെ വന്നെത്തും. അപ്പോൾ പ്രകൃതിയിലുള്ള ദൃഷ്ടാന്തം പറച്ചിൽ കഴിഞ്ഞ് പിന്നെ ഭീഷണിയിലേക്ക് കടക്കുകയാണ്, ശിക്ഷാഭീഷണിയിലേക്കാണ്. പരലോകത്തിൻ്റെ കാര്യം, കാഹളമൂതുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ലോകാവസാനത്തിൻ്റെയും പരലോകത്തെ വിചാരണയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അടുത്ത പരിപാടി. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ അഫ്വാജായിട്ട് വരും, കൂട്ടം കൂട്ടമായിട്ട് വരും. വ ഫുതിഹത്തി സമാഉ ഫകാനത്ത് അബ്വാബ, ആകാശം തുറക്കപ്പെടുകയും എന്നിട്ടത് വാതിലുകളായി തീരുകയും ചെയ്യും. ഇവിടെ ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നായിട്ട് തകർന്ന് താഴെ വീഴും എന്ന് പറയുന്ന വാക്യങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ മറന്നിട്ടാണ് ഇവിടെ ആകാശത്തിൻ്റെ വാതിൽ തുറക്കും എന്നുള്ള അർത്ഥം പറയുന്നത്. കാരണം ഇവിടെ പ്രാസോപ്പിക്കാൻ വേണ്ടി അബുവാബ എന്നുള്ള വാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വാതിലുകൾ എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. പക്ഷേ മുമ്പ് പറഞ്ഞതനുസരിച്ച് ആകാശം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത്. വസുയിറത്തിൽ ജിബാലു ഫക്കാനത്ത് സറാബ, പർവ്വതങ്ങൾ നടത്തപ്പെടുകയും ചെയ്യും എന്നിട്ടവ കാനലായിത്തീരും. ഇവിടെ സറാബ എന്ന് പറഞ്ഞാൽ കാനൽ എന്നാണ് അർത്ഥം. ഈ പർവ്വതവും കാനലും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അപ്പോൾ സറാബ എന്നുള്ള വാക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്. എന്നിട്ട് അതിന് നാട്ടുകാർ വ്യാഖ്യാനിച്ച് അർത്ഥം ഉണ്ടാക്കുകയാണ്. ചിലർ മരീചിക പോലെ, ചിലർ പഞ്ഞി കടഞ്ഞതുപോലെ ഒക്കെ പറഞ്ഞിട്ട്, ചിലർ കാനൽ പോലെ എന്നൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്ന, സത്യത്തിൽ ഒരർത്ഥം ഇല്ലാത്ത എന്തോ ഒരു വാക്ക് അവിടുന്ന് എവിടുന്നോ പെറുക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, നിശ്ചയമായും നരകം ഒരു മിർസാദാകുന്നു. മിർസാദ് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുന്ന സ്ഥലം. മുഹമ്മദും കൂട്ടരൊക്കെ കച്ചവടക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ പാറമടയിലും അവിടെയും ഇവിടെയും പതുങ്ങിയിരുന്നിരുന്നു. അങ്ങനെ ചതിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ചതിയിലും കെണിയിലും കുടുക്കാൻ വേണ്ടിയിട്ട് പതിയിരിക്കുന്ന സ്ഥലത്തിനാണ് മിർസാദ എന്ന് പറയുക. ഇവിടെ അള്ളാഹുവിൻ്റെ നരകം ഒരു മിർസാദാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതിയിരിക്കുന്ന സ്ഥലം, നമ്മളെ കാത്തിരിക്കുന്ന ചതിസ്ഥലം. എന്താ അർത്ഥമാണ് അതിനുള്ളത്? നരകം എങ്ങനെയാണ് ചതിസ്ഥലമാകുന്നത്? നരകം നമ്മൾ ചതിയിലൊക്കെ കുടിക്കതിന് ശേഷം അവസാനം കൊണ്ടുപോയിട്ട് ഇടാനുള്ള സ്ഥലമല്ലേ. അവിടെയും വാക്ക് ഈ പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്. പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിപ്പിക്ക് ചെയ്തൊരു വാക്ക് അവിടെ ഒട്ടിച്ചതാണ്. ലിത്താഗീന മാബ, അതിക്രമകാലികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്. ഇതൊക്കെ പറയാത്തൊരു കാര്യമൊന്നുമല്ല. 900 വട്ടം പറഞ്ഞു പോയതാണ് ഈ നരകത്തിൻ്റെ ചൂടും നരകത്തിൻ്റെ കാര്യങ്ങളും അവിടെയുള്ള തീയും മറ്റും മറിച്ചൊക്കെ എത്ര വട്ടം പറഞ്ഞതാ. അപ്പോൾ പിന്നെയും ഇത് കൊണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? പാട്ടുപാടാൻ എളുപ്പമാണ്. ഇങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ടുവന്നിട്ട് വരികളുണ്ടാക്കി. ലാബിസീന ഫീഹ അഹ്കാബ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്. അഹ്കാബുകളായി താമസിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വാചകം കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാചകം ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ്റെ പതിവ് ആശയത്തിന് വിരുദ്ധമായിട്ടുള്ളൊരാശയമാണ് അതിൽ വരുന്നത്. അഹ്കാബ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലം വരുന്ന യുഗങ്ങൾ എന്നൊക്കെ പറയുന്ന കാലങ്ങളാണ്. അങ്ങനെ നിശ്ചിത കാലത്തേക്കാണ് നരകത്തിലെ ശിക്ഷ എന്നാണ് ഈ വാചകം കേട്ടാൽ തോന്നുക. പക്ഷേ ഈ ഖുർആനിൽ പലയിടത്തും നരകശിക്ഷ ശാശ്വതമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അഹ്കാബ എന്നുള്ള വാക്ക് കൊണ്ടുവന്ന് പാട്ടിന് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ചെറിപ്പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോൾ മുഹമ്മദ് തന്നെ നേരത്തെ പറഞ്ഞ ഒരാശയത്തിന് വലിയൊരു വൈരുദ്ധ്യമായിട്ട് അത് മാറുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്, ആശയം ഇല്ലാതാവുകയും ആശയത്തിൽ വൈരുദ്ധ്യം വരികയും ചെയ്യുന്നത് പോലും പടുപാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ വാക്ക് പെറുക്കി കൊണ്ടിരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇവിടെ അഖാബ എന്നുള്ള വാക്കിന് നിശ്ചിത കാലങ്ങൾ ഉൾക്കൊള്ളുന്ന യുഗങ്ങൾ പോലെയുള്ള ഒരർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
അനന്തകാലം എന്നുള്ള അർത്ഥത്തിന് വിരുദ്ധമായിട്ടത് മാറും. നരകശിക്ഷ അനന്തമാണ് എന്ന് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. നരകശിക്ഷ ശാശ്വതമല്ല എന്ന് ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. മൗദൂദിയൊക്കെ അത് പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അല്ല, ഖുർആനിൽ പലയിടത്തും പറഞ്ഞത് അങ്ങനെയല്ല, അതുകൊണ്ട് ഇതെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൈരുദ്ധ്യത്തിൻ്റെ മുമ്പിൽ കടന്നിട്ട് ബബ്ബബ്ബ അടിക്കുന്നുണ്ട് മൗദൂദിയുടെ തഫ്സീറിലൊക്കെ. 24-ാമത്തെ വാക്യം, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ. അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല. ഇപ്പോൾ ഷറാബും ബർദും ഇല്ല എന്നാണ്. ബർദ് പറഞ്ഞാൽ തണുപ്പ്, മഞ്ഞ് എന്നൊക്കെയാണ് അർത്ഥം. ഷറാബ് എന്ന് പറഞ്ഞാൽ പാനീയം, കുടിക്കുന്ന സാധനം എന്നാണ്. എന്നാൽ കുടിക്കുന്ന സാധനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലാ ഹമീമൻ വ ഗസ്സാഖ, ഹമീമും വ ഗസ്സാഖ, ഹമീമും ഗസ്സാഖും അല്ലാതെ ഒന്നുമില്ല കുടിക്കാൻ. അപ്പോൾ ഹമീമും ഗസ്സാഖും അവിടെ ഉണ്ട്. എന്താ ഹമീമ്? ഹമീമ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള തിളച്ച വെള്ളം, അത്യുഷ്ണജലം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത്യുഷ്ണജലം അവിടെ കുടിക്കാൻ കിട്ടും. വ ഗസ്സാഖ എന്ന് പറഞ്ഞാലോ അത് ഐസ് വാട്ടറാണ്. അതിശൈത്യമുള്ള വെള്ളം, കുടിക്കാൻ പറ്റാത്ത അത്ര തണുപ്പുള്ള വെള്ളമുണ്ട്, കുടിക്കാൻ പറ്റാത്ത അത്ര ചൂടുള്ള വെള്ളമുണ്ട് അവിടെ കുടിക്കാനെന്ന് പറഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞാൽ അവിടെ ഷറാബില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പാനീയത്തിൻ്റെ പേരും പറയുക. യോജിച്ച പ്രതിഫലം എന്ന നിലക്ക് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഒരു പടുപാട്ട് ഉണ്ടാക്കി ആ പടുപാട്ടിലേക്ക് പ്രാസമുള്ള വാക്കുകൾ ചെറിപ്പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചു. അർത്ഥമില്ലാത്ത വാക്കുകളും മുമ്പ് പറഞ്ഞ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയം വരുന്ന വാക്കുകളും ഒക്കെ ഈ പ്രാസത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഒട്ടിച്ച് കുളമാക്കിയതാണ് നമ്മൾ കാണുന്നത്. പാട്ട് കേൾക്കാൻ രസമുണ്ട്, പക്ഷേ പാട്ടിന് ആശയം ഇല്ല. 27, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. വകദ്ദബൂ ബി ആയാത്തിന കിദ്ദാബ. നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ ആയത്തുകളെ അവർ ഒരു വ്യാജമാക്കുകയും ചെയ്തു. കദ്ദബൂ കിദ്ദാബ, വ്യാജമാക്കുകയും ചെയ്തു. ഇതൊക്കെ ഭാഷാ വൈകല്യമാണ്, ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിക്കുന്നത്. അതൊക്കെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച വേലയാണ്. നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുകയും ചെയ്തു, വിചാരണ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നരകത്തിൽ വീണ ആൾക്കാരുടെ വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. എല്ലാ കാര്യവും തന്നെ ഒരു കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു, തിട്ടമാക്കി വച്ചിരിക്കുന്നു. അഹ്സൈനാഹു കിതാബ, എല്ലാ കാര്യങ്ങളും കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു. ഏത് കിതാബാണ്? നമ്മുടെ തോളിലിരുന്ന് മലക്കുകൾ എഴുതുന്ന കിതാബാണോ, അതോ ആകാശത്തിൻ്റെ മുകളിൽ അള്ളാഹു എല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ച കിതാബാണോ, അതോ ഒരു മലക്ക് വന്നിട്ട് ആദ്യം നമ്മളെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഓരോരുത്തരെയും കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള കിതാബാണോ? ഒന്നും വ്യക്തമല്ല. എവിടെയോ ഒരു കിതാബിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നേരത്തെ ഒരു കിതാബിൽ എഴുതിയിട്ടാണ് സൃഷ്ടി നടത്തിയത് എന്ന് പറയുന്ന കഥയിലെ ആ കിതാബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ലൗഹിൽ മഹ്ഫൂദ് എന്ന് പറയുന്ന വലിയ കിതാബ്. എന്തായാലും ഇവിടെ കിതാബ എന്നുള്ള വാക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരിയിൽ ചേർത്തിട്ടുള്ളത്. ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ. ആകയാൽ രുചി നോക്കിക്കൊള്ളുവിൻ, ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ നാം വർദ്ധിപ്പിച്ചു തരുന്നതല്ല. അദാബ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വരി. ശിക്ഷയല്ലാതെ ഇനി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ല. ഇത് മക്കക്കാരോട് മുഹമ്മദ് അവസാനമായിട്ട് പറയുന്നതാണ്. ഇനി നിങ്ങളായിട്ട് യാതൊരു ഇടപാടും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊരിക്കലും ഞാൻ പറയുന്നത് അംഗീകരിക്കാനും വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിപ്പെടുത്തുന്നത് മക്കയിലെ അവസാന കാലത്താണെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ പോകുന്നു എന്നല്ല ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല മുഹമ്മദ് ഉദ്ദേശിച്ചത്, മുഹമ്മദ് അവരെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് ആ ഭീഷണിയാണ് അവരുടെ നേരെ മുഴക്കിയിട്ടുള്ളത്. 31, ഇന്നലിൽ മുത്തഖീന മഫാസ. നിശ്ചയമായും മുത്തഖീങ്ങൾക്ക് മഫാസുണ്ട്. മഫാസ് എന്ന് പറഞ്ഞാൽ വിജയം. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയുള്ളവർ, മുന്തിയ വിശ്വാസികൾ എന്നൊക്കെയാണ് അർത്ഥം, സൂക്ഷ്മതയുള്ളവർ. മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്. ഹദായിഖ വ അഅനാബ, അതായത് തോട്ടങ്ങളും മുന്തിരികളും. മുത്തഖീങ്ങൾക്കുള്ള വിഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മുന്തിരികളും തോട്ടങ്ങളും എന്ന്. അവിടെ മുന്തിരികളും തോട്ടങ്ങളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹദായിഖ വ അഅനാബ എന്ന് ചേർത്തിട്ടുള്ളത്. അടുത്ത വാക്യം,
വ കവായിബ അത്റാബ. മൂല്യന്മാരൊക്കെ വയൽ പറയുന്ന കോമഡി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. വ കവായിബ അത്റാബ, മാറിടം കൂർത്തു നിൽക്കുന്ന, മലകൾ കൂർത്തു നിൽക്കുന്ന തരുണീമണി പെണ്ണുങ്ങളും. ഇതാണ് മുന്തിരിയും തോട്ടം കഴിഞ്ഞാൽ പിന്നുള്ള പ്രധാന വിഭവം. സമപ്രായക്കാരായ അത്റാബ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും എന്നാണ് അമാനി മൗലവിയുടെ തഫ്സീറിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് പലരും അർത്ഥം കൊടുത്തിട്ടുള്ളത്. കൂർത്ത മുല, തടിച്ച മുല ഉള്ള പെണ്ണുങ്ങൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. സമപ്രായക്കാർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്റാബ എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആ അത്റാബ എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ കാരണം ഈ പടുപാട്ടിൽ പ്രാസമൊപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച വാക്കാണത്. പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമപ്രായക്കാർ. അപ്പോൾ ഈ സമപ്രായക്കാർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വർഗത്തിൽ? ഇത് വ്യാഖ്യാതാക്കൾ ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 90 വയസ്സിൽ മരിച്ചുപോയ ഒരാൾ 90ാമത്തെ വയസ്സിലാണ്, ആ 90 വയസ്സ് പ്രായത്തിലാണ് അവിടെ പുനരുജ്ജീവിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് തടിച്ച മുലയുള്ള 90 വയസ്സായ കളവീനാണ്, ഈ പറഞ്ഞതനുസരിച്ച്. കാരണം സമപ്രായക്കാരാണല്ലോ. അതേസമയത്ത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, വാപ്പാമാരോട് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ ഞാൻ അവിടെ ചേർത്ത് തരും, നിങ്ങളെ മക്കളെയും ചേർത്ത് തരുന്നു സ്വർഗത്തിൽ. അപ്പോൾ മക്കളെ കൂടെ ചേർത്ത് തരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചെറിയ കുട്ടികളെയാണ് നമുക്കവിടെ കിട്ടുക എന്ന് തോന്നിപ്പോകും. അതിൻ്റെ കോമഡി ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ആ കുട്ടികൾ നാളെ വലുതായി വലിയ മനുഷ്യന്മാരായിട്ടാണ് ഇവിടെ ജീവിക്കുക എന്നുള്ള കാര്യമൊന്നും ഇത് പറയുമ്പോൾ ഓർത്തില്ല. അങ്ങനെ കുട്ടികളെ അവിടെ ജനിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് സ്തനം തുടിച്ച സമപ്രായക്കാരെങ്ങനെ കൊടുക്കുക? 10 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ 10 വയസ്സായ ആൺകുട്ടി അവിടെ ജനിക്കുന്നുണ്ടെങ്കിൽ 10 വയസ്സായ ആൺകുട്ടിക്ക് 10 വയസ്സായ സ്തനം തുടിച്ച പെൺകുട്ടിയെ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഈ സമപ്രായവും ഈ തുടിച്ച മുലയും കൂടി സമപ്രായവും ഈ തുറിച്ച മുലയും കൂടെ എങ്ങനെ ശരിയാവുക? അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുഫസ്സിറുകൾ എന്താ കണ്ടുപിടിച്ചത്? നബി തന്നെ അതിനൊരു ന്യായം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഹദീസുകളെ ബേസ് ചെയ്തുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നു. എല്ലാവരും അവിടെ 33 വയസ്സ് പ്രായത്തിലാണ് ജനിക്കുക. നബീൻ്റെ ഹദീസുണ്ട്. സ്വർഗത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും 33 വയസ്സായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ 1 വയസ്സായ ഒരു കുട്ടി മരിച്ചു, പ്രസവിച്ച ഉടനെ ഒരു കുട്ടി മരിച്ചു, 10 വയസ്സായൊരു കുട്ടി മരിച്ചു, ഇങ്ങനെ പല പ്രായത്തിലുള്ള കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് സ്വർഗത്തിൽ ചെന്നാലും അവരുടെ ശൈശവ ജീവിതവും ബാല്യകാല ജീവിതവും കുട്ടിക്കാല ജീവിതവും ആസ്വദിക്കാൻ അവിടെ യാതൊരു വകുപ്പില്ല. കാരണം അവിടെ അവർ ജനിക്കുന്ന 33-ാം വയസ്സിലാണ്. 33 വയസ്സിൽ ജനിക്കുമ്പോൾ 33 വയസ്സുള്ള തുടിച്ച മുലയുള്ള ഒരു പെണ്ണിനെ കിട്ടും ആൺകുട്ടികൾക്ക് എന്നാണ് അവിടെ പറയുന്നത്. ഒരു പെണ്ണിനെ അല്ല, ഓരോരുത്തർക്ക് 73 വീതം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളാണ് സ്വർഗത്തിൽ ജനിക്കുന്നത്, മക്കളെ നിങ്ങൾക്ക് അവിടെ ചേർത്ത് തരുമെന്ന് വാപ്പമാരോട് പറയുന്ന ആയത്ത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. അപ്പോൾ ഈ വാപ്പമാരും അവിടെ 33 വയസ്സിലാണ് ജനിക്കുക, മക്കളും അവരെ 33 വയസ്സിലാണ് ജനിക്കുക, മക്കളും അവിടെ 33-ലാണ് ജനിക്കുക, വാപ്പാൻ്റെ വാപ്പയും ഉമ്മാൻ്റെ ഉമ്മയും ഒക്കെ അവിടെ 33 വയസ്സിലാണ് ജനിക്കുക. എങ്കിൽ അവിടെ 33-ൻ്റെ ഒരു കളിയായിരിക്കും. 33 വയസ്സുള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ പാഞ്ഞടക്കണ ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ ആ സ്വർഗം എത്ര വരണ്ടതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. കുട്ടികൾ കളിക്കാനില്ലാത്ത ഒരു സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യം നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദികരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളിയും കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയും നമ്മളുടെ തന്നെ കുട്ടിക്കാലത്തെ കളികളും കുട്ടിക്കാല ജീവിതവും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കുട്ടിക്കാലം ആസ്വദിക്കാൻ കഴിയാത്ത, കുട്ടികളേ ഇല്ലാത്ത, വെറും 33 വയസ്സ് പ്രായമുള്ള കുറേ മനുഷ്യന്മാർ മാത്രമുള്ള ഒരു വരണ്ട പ്രദേശമായിരിക്കും അള്ളാഹുവിൻ്റെ സ്വർഗം എന്നാണ് പിന്നെ ഈ വൈരുദ്ധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. മുഹമ്മദ് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട്. സംഭവം എന്താണ്? ഇവിടെ ഈ അത്റാബ എന്നുള്ള വാക്ക് കൊണ്ടെന്ന് വെച്ചുകൊണ്ട് വന്ന ബുദ്ധിമുട്ടാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രാസമൊപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ചെറിയിപ്പിക്കുകയുമ്പോൾ ആശയങ്ങൾ ചോർന്നു പോവുകയും മുമ്പ് പറഞ്ഞ ആശയങ്ങൾക്ക് വിരുദ്ധമാവുകയും ഇതുപോലെയുള്ള കോമഡികളും കോമാളിത്തരങ്ങളും ഇതിനകത്ത് വന്നു ചേരുകയും ചെയ്യുന്നു. ഇതാണ് അതിലെ ഒരു തമാശ. കള്ള് നിറച്ച കോപ്പകളും മദ്യം നിറച്ച കോപ്പകളുമായിട്ട് അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ബാലന്മാർ ചുറ്റിത്തുരിയും എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ബാലന്മാരുണ്ട്. ഇവിടെ പറഞ്ഞത് അവിടെയുള്ള എല്ലാവരും സമപ്രായക്കാരായിരിക്കും എന്നാണ്. സ്വർഗവാസികളായ ആൾക്കാർ സമപ്രായക്കാരായിരിക്കും. അവർക്ക് കള്ളും കൊണ്ട് നടക്കാൻ കുണ്ടന്മാരുണ്ടായിരിക്കും. കള്ളും കുപ്പി കോപ്പ നിറച്ചിട്ടിങ്ങനെ കൊണ്ട് നടക്കും.
എന്ന് പറയുന്നുണ്ട്. പക്ഷെ കള്ള് പുഴയിൽ കൂടെ ഒഴുകുമെന്ന് പറയുന്നുണ്ട്. പുഴയിൽ കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ ആ പുഴയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നീന്തി കുളിച്ച് പഴഞ്ഞ് നടക്കുമ്പോൾ അവിടുന്ന് മുക്കി അങ്ങോട്ട് കുടിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഈ ചെക്കന്മാർ കോപ്പയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ എപ്പോൾ വേണമെങ്കിലും പുഴയിൽ നിന്ന് മുക്കി കുടിക്കാവുന്ന രീതിയിൽ കള്ള് കിട്ടും എന്ന് വേറെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പടച്ചോൻ, ആ പടച്ചോനെ ആരാധിക്കാൻ വേണ്ടിയിട്ടും വേറെ പടച്ചോന്മാരെ, വ്യാജന്മാരെ ആരാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ 2 പ്രലോഭനമാണ്. ഒന്ന് കള്ള്, വേറൊന്ന് പെണ്ണ്. ഉളുപ്പുണ്ടോ എന്ന് ഈ പടച്ചോൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും. ഇയാൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉളുപ്പുണ്ടോ ചങ്ങായി എനിക്ക്? ഒരു പടച്ചോനെ മൂപ്പർക്ക് സ്വന്തം സൃഷ്ടികൾ ആരാധന കിട്ടാൻ വേണ്ടിയിട്ട്, വേറെ പടച്ചോന്മാരെ ആരാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളും പെണ്ണും കാട്ടിയിട്ട് ആളെ വിളിക്കുക. എന്തൊരു അസംബന്ധമാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സംസ്കാരശൂന്യനായ, വിവരശൂന്യനായ ഒരു കാട്ടറബിയുടെ തലച്ചോറായിരുന്നു ഈ ആശയങ്ങളുടെ ഉറവിടം എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം എന്ത് തെളിവാണ് കൂട്ടരെ വേണ്ടത്? 35 ലയസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദ്ദാബ. അവിടെ അനാവശ്യമായ വാക്കുകളോ വ്യാജമായ വാർത്തകളോ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. സ്വർഗത്തിൽ ജസാഅൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബ, നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത സമ്മാനം. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാനി ലാ യുംലികൂന മിൻഹു ഖിതാബ. അതേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ, പരമകാരുണികനായ രക്ഷിതാവിൻ്റെ സമ്മാനം, അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് സാധിക്കുകയില്ല. ഈ അഭിമുഖ സംസാരത്തിന് സാധിക്കുകയില്ല എന്നൊക്കെ ഈ വാക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടി വന്നതാണ്. അഭിമുഖ സംസാരം എന്നുള്ളതിന് എന്നിട്ട് പിന്നെ അവിടെ ശുപാർശ എന്നൊക്കെ ആക്കിയിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ഇതിന് ആശയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ആർക്കും സംസാരിക്കാൻ പറ്റില്ല എന്ന്. അതിന് വ്യാഖ്യാനിച്ചിട്ട് വെറും സംസാരമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് ആർക്കും പോയിട്ട് ശുപാർശ ചെയ്യാൻ പറ്റില്ല എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. 38 യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. റൂഹും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം പരമകാരുണികൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ സംസാരിക്കുകയില്ല. അപ്പോൾ പരമകാരുണികൻ്റെ അനുവാദം കിട്ടുകയും ശരിയായത് പറയുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിനായിട്ട് സംസാരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ആ സംസാരം ശുപാർശയാണ് എന്നാണ് വ്യാഖ്യാനം. 39 ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. അതത്രേ യഥാർത്ഥ ദിവസം, ആകയാൽ ഉദ്ദേശിക്കുന്നവരാരോ അവർ തൻ്റെ രക്ഷിതാവിങ്കലേക്ക് സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. 40 നിശ്ചയമായും സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മനുഷ്യൻ തൻ്റെ കരങ്ങൾ മുൻപേ ചെയ്തു വച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം അവിശ്വാസിയായുള്ളവൻ പറയും, അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനേ എന്ന്. ഇവിടെ ലോകാവസാന ദിവസത്തെ, വിചാരണ ദിവസത്തെ, മനുഷ്യരെല്ലാം നരകത്തിൽ കൊണ്ടുപോയി നടക്കുന്ന ദിവസത്തെ ഭീകരത പറഞ്ഞുകൊണ്ട് മക്കക്കാരെ പേടിപ്പിക്കാനാണ് മുഹമ്മദ് ഈ അധ്യായവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ പ്രാസം ഒപ്പിച്ച ചെറിയ വാക്യങ്ങൾ ഉൾപ്പെടുന്ന അധ്യായങ്ങളൊക്കെ വളരെയധികം സമയമെടുത്തുകൊണ്ട്, ചിലപ്പോൾ മാസങ്ങളോളം ആലോചിച്ചിട്ട് മുഹമ്മദ് തയ്യാറാക്കിയ സൂറത്തുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ കാവ്യാത്മകമായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്കുകളെല്ലാം പെറുക്കിക്കൊണ്ടെന്ന്. അത് പെറുക്കിക്കൊണ്ടെന്ന് ഇത്തരം വരികളുണ്ടാക്കാനൊക്കെ കുറേ ആലോചിച്ച് സമയം കണ്ട് ചെയ്തതായിരിക്കാം. പക്ഷേ അങ്ങനെ ഒപ്പിച്ചപ്പോഴും ആശയം ഒന്നുമില്ല. വെറുതെ അനാവശ്യമായ ആവർത്തനങ്ങളും അർത്ഥശൂന്യമായ പദവിന്യാസങ്ങളും കൊണ്ട് അധ്യായങ്ങൾ, വാക്യങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ഈ 40-ാമത്തെ വാക്യത്തിൽ അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് അന്നേരം ഈ നരകത്തിൽ പോകുന്ന ആൾക്കാർ ചിന്തിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ ഭീകരതയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഒരു ഹദീസ് അമാനി മൗലവിയും മറ്റേ കൂറ്റനാട് മൗലവിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലുള്ളൊരു കോമഡി കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചു പോകും.
തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ എന്നൊക്കെ. അബൂ ഹുറൈറയിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: എല്ലാ സൃഷ്ടികളും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, കാലികളും പറവകളും ഇതര ജീവികളും എല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക. അപ്പോൾ പരലോകത്ത് മനുഷ്യരെ മാത്രമല്ല അള്ളാഹു ഒരുമിച്ച് കൂട്ടുക, പോത്തുകളെയും മൂരികളെയും ആടുകളെയും സിംഹങ്ങളെയും സകലമാന മൃഗങ്ങളെയും ജന്തുക്കളെയും ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഇവിടുന്ന് കൊമ്പുള്ള ഒരു മൃഗം കൊമ്പില്ലാത്ത മൃഗത്തിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ആ മൃഗത്തിനെ കൊണ്ട് ഈ മൃഗത്തിനെ കുത്തിക്കും. നോക്കണം നിങ്ങൾ, ഒരു സ്രഷ്ടാവായ പടച്ചോൻ്റെ ക്രൂര വിനോദം നോക്കണം. കൊമ്പുള്ള മൃഗത്തിനെ കൊമ്പില്ലാത്ത മൃഗത്തിനെ കൊത്തിയതിന് പകരം കുത്തിക്കും എന്ന് വെച്ചാൽ ഇവിടെ മൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച അക്രമത്തിനൊക്കെ തിരിച്ച് പകരം കാണിച്ചുകൊണ്ട് അള്ളാഹു അവിടെ കുറച്ചു നേരം അത് കണ്ട് ആസ്വദിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പോത്തിന് കൊമ്പ് വെച്ച് കൊടുത്തത് അള്ളാഹുവാണ്. പോത്തിന് കൊമ്പില്ലാത്ത ജന്തുവിനെ കുത്താൻ പഠിപ്പിച്ചു കൊടുത്തതും അള്ളാഹുവാണ്. പോത്ത് മനുഷ്യനെ പോലെ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയും നീതിബോധവും അല്ലെങ്കിൽ ധാർമ്മിക ബോധവും ഒന്നുമുള്ളൊരു ജന്തുവല്ല മൃഗങ്ങളൊന്നും. അത് നമുക്കും അറിയാം, അത് മതവും അങ്ങനെ തന്നെ പറയുന്നത്. എന്നിട്ട് ഈ മൃഗങ്ങളെ, ആ മൃഗങ്ങൾക്ക് പടച്ചവൻ കൊടുത്ത പ്രകൃതം അനുസരിച്ച് അവ തമ്മിൽ കുത്തുകൂടിയതിനോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിംഹത്തിന് മാനിനെ ഓടിച്ചിട്ട് പിടിച്ച് കടിച്ച് തിന്നുക എന്നുള്ളത് സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഹാരമായതുകൊണ്ട് അതിൻ്റെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് ജന്തുക്കളെ കുത്താനും മറ്റ് ജന്തുക്കളെ കടിക്കാനും മാന്താനും ഒക്കെയാണ് പ്രകൃതിയിൽ ഈ ജന്തുക്കൾക്ക് ഈ അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വന്തം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ സ്വന്തം ആഹാരം കൈക്കലാക്കാനോ ഒക്കെ ഈ മൃഗങ്ങൾ പരസ്പരം കാണിച്ചിട്ടുള്ള അക്രമങ്ങൾക്കൊക്കെ പടച്ചോൻ ഈ പരലോകത്ത് വെച്ചിട്ട് എതിരക്രമം ചെയ്യിപ്പിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പടച്ചോൻ്റെ ഒരു മാനസികാവസ്ഥ? ഇങ്ങനെയാണോ ഒരു നീതിമാനായ പടച്ചോൻ നീതി നടപ്പിലാക്കുക? അപ്പോൾ ഇയാൾക്ക് ഈ മൃഗങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു മൃഗം മറ്റൊരു മൃഗത്തിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ സൃഷ്ടിച്ചാൽ എത്ര നല്ലൊരു ലോകം ഉണ്ടാവുമായിരുന്നു ഇവിടെ. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ജൈവലോകം സൃഷ്ടിച്ചിട്ട് സകല ജീവികളും പരസ്പരം കൊന്നു തിന്നുന്ന തരത്തിലും ആക്രമിക്കുന്ന രീതിയിലും ഈ ലോകം സൃഷ്ടിച്ചിട്ട് പരലോകത്ത് ഈ കൊത്തുകൂടിയവരെ പരസ്പരം അങ്ങോട്ട് പിന്നെയും കുത്തുപിടിച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുകയാണ് ഇയാൾ ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്നിട്ട് പിന്നെ ഈ മൃഗങ്ങളോടൊക്കെ നിങ്ങൾ മണ്ണായി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം മണ്ണാക്കി കളയുമെന്നാണ്. അപ്പോഴാണ് ഈ നരകത്തിൽ പോകുന്ന ആൾക്കാരോ നമുക്കും വല്ല പോത്തോ കാളയായിട്ട് മണ്ണായി പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പറഞ്ഞത്. എന്തൊക്കെ കോമഡികളാണ്, എത്ര യുക്തിഹീനമായിട്ടുള്ള കാര്യങ്ങളാണ്, എന്തുമാത്രം പരിഹാസ്യമായിട്ടുള്ള കോമാളിത്തരങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ്റെ, വിവരദോഷിയായ മനുഷ്യൻ്റെ, ഒരു സംസ്കാരമില്ലാത്ത, ഒരു നീതിബോധവുമില്ലാത്ത, ഒരു സർഗാത്മകതയുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വരണ്ട തലയിൽ നിന്ന് ഉദിച്ച വരണ്ട ആശയങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നതിന് ഈ പുസ്തകത്തിൽ നമ്മൾ ഇതുവരെ വായിച്ച കാര്യങ്ങളും ഇനി വായിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. ചിന്തിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ കമന്നടിച്ച് വിശ്വസിച്ച് ചങ്ക് തൊടാതെ വിഴുങ്ങാം. അവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും